ഹായ് ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സൈക്കോളജിയിലെ കുറച്ച് PYQ ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. നമുക്കറിയാം സ്ഥിരമായിട്ട് നമുക്ക് സൈക്കോളജിയിൽ നിന്നും വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ നോക്കിപ്പോവേണ്ട ചില ഭാഗങ്ങൾ സൈക്കോളജിയിലുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് നിന്നും സ്ഥിരമായിട്ട് എക്സാമിന് ചോദ്യവും വരാറുണ്ട്. അങ്ങനെ സ്ഥിരമായി ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? പഠിതാക്കളുടെ വൈജ്ഞാനിക മണ്ഡല വികസനത്തിന് ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത് വൈഗോട്സ്കിയുടെ അഭിപ്രായത്തിൽ ഏതാണ്? എന്താണ് ചോദിച്ചിട്ടുള്ളത്? വൈഗോട്സ്കിയുടെ കോൺസെപ്റ്റിൽ നിന്നാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അതിൽ തന്നെ എന്തു പറഞ്ഞിട്ടുണ്ട്? വൈഗോട്സ്കിയുടെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിയുടെ ബൗദ്ധിക വികാസം അതല്ലെങ്കിൽ ആ കുട്ടിയുടെ വൈജ്ഞാനിക വികാസത്തിന് ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ പാരമ്പര്യവും ചുറ്റുപാടുകളും, സംസ്കാരവും സാമൂഹിക ഇടപെടലുകളും, ഭാഷയും യുക്തിയും, അനുഭവജ്ഞാനവും ധാർമ്മിക ബോധവും. അപ്പോൾ വൈഗോട്സ്കി ഏതെല്ലാം ഘടകങ്ങൾക്കാണ് അദ്ദേഹത്തിൻ്റെ തിയറിയിൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് വൈഗോട്സ്കി എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് നമുക്ക് അറിയാം. സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന ഒരാളാണ്. കുറേയധികം കോൺട്രിബ്യൂഷൻസ് അദ്ദേഹം സൈക്കോളജിക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ടത്? സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദത്തിന്റെ ഉപജ്ഞാതാവാണ് വൈഗോട്സ്കി. ഏതാണ്? സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം. ജ്ഞാന നിർമ്മിതിവാദത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾക്ക് ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. എന്താണത്? പിയാഷെയും ബ്രൂണറും പറഞ്ഞത് കുട്ടികൾക്ക് അറിവ് നിർമ്മിക്കാനായിട്ടുള്ള കഴിവുണ്ട് എന്ന് ഓൾറെഡി ആര് പറഞ്ഞു? ജ്ഞാന നിർമ്മിതിവാദികൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വൈഗോട്സ്കി അതിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് പറഞ്ഞു കുട്ടികൾക്ക് സമൂഹത്തിന്റെ സഹായത്തോടുകൂടി അറിവ് നിർമ്മിക്കാനായിട്ടുള്ള കഴിവുണ്ട് എന്നാണ് വൈഗോട്സ്കി വിശദീകരിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ തന്നെ അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് സമൂഹത്തിനും സാംസ്കാരിക ഉപകരണങ്ങൾക്കുമാണ്. ഏതിനൊക്കെയാണ്? സമൂഹത്തിനും സാംസ്കാരിക ഉപകരണങ്ങൾക്കുമാണ് ഒരു വ്യക്തിയുടെ വൈജ്ഞാനിക വികസനത്തിലെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം എന്ന് വൈഗോട്സ്കി പറയുന്നുണ്ട്. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഒരു വ്യക്തിയുടെ സമൂഹവും അതിൻ്റെ സംസ്കാരവും കൂടി ചേർന്നുകൊണ്ടാണ് അവൻ്റെ വൈജ്ഞാനിക വികാസം രൂപപ്പെടുത്തിയെടുക്കുന്നത്. അപ്പോൾ നമുക്കറിയാം സമൂഹം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. നമ്മുടെ കുടുംബമായിക്കോട്ടെ, നമ്മുടെ വിദ്യാലയമായിക്കോട്ടെ, നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ്? നമ്മളെ അറിവ് നിർമ്മിക്കുന്നതിനെ സഹായിക്കുന്നുണ്ട്. ഇനി അതിൽ തന്നെ വൈഗോട്സ്കി പറയുന്ന ഒരാശയമാണ് സാംസ്കാരിക ഉപകരണങ്ങളെ പറ്റി. എന്താണ്? സാംസ്കാരിക ഉപകരണങ്ങൾ. എന്താണ് ഈ സാംസ്കാരിക ഉപകരണങ്ങൾ എന്ന് പറയുന്നത്? മെയിനായിട്ടും സാംസ്കാരിക ഉപകരണങ്ങളിലെ 2 ടൈപ്പ് ഉപകരണങ്ങളെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. ഒന്ന് ഭൗതിക ഉപകരണങ്ങളും മറ്റൊന്ന് മാനസിക ഉപകരണങ്ങളും. ജസ്റ്റ് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഭൗതിക ഉപകരണങ്ങളുണ്ട്, അതുപോലെ തന്നെ എന്തും കൂടെ വരുന്നുണ്ട്? മാനസിക ഉപകരണങ്ങൾ കൂടെ വരുന്നു. ഇത്രയേ ഉള്ളൂ മക്കളെ. ഭൗതിക ഉപകരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടും കാണുന്ന വസ്തുക്കൾ, കല്ലായിക്കോട്ടെ, വടി ആയിക്കോട്ടെ, അതല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ കെട്ടിടമായിക്കോട്ടെ, ഇതൊക്കെ എന്താണ്? ഭൗതിക ഉപകരണമാണ് എന്നാണ് വൈഗോട്സ്കി പറയുന്നത്. ഇനി മാനസിക ഉപകരണം എന്ന് പറയുന്നത് നമ്മുടെ ചിന്താശേഷിയെ അതല്ലെങ്കിൽ നമ്മുടെ ചിന്താ പ്രക്രിയയെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളെയാണ് വൈഗോട്സ്കി മാനസിക ഉപകരണങ്ങൾ എന്ന് വിളിച്ചത്. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ പഠിച്ചെടുക്കുന്ന ചില സൂത്രവാക്യങ്ങൾ, ചില ആശയങ്ങൾ, ചില പഠനങ്ങൾ, ഇതൊക്കെ എന്താണ്? നമ്മുടെ ചിന്താശേഷിയെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഉപകരണമാണ് ഏത് വിഭാഗത്തിൽ പെടുന്നത്? മാനസിക ഉപകരണത്തിൽ പെടുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ സമൂഹത്തിനും സംസ്കാരത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് വൈഗോട്സ്കി എന്ത് ചെയ്തിട്ടുള്ളത്? സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി അദ്ദേഹത്തിന് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ZPD എന്ന് പറയുന്നത്. ZPD എന്താണ്? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്, വികസനത്തിന്റെ സമീപസ്ഥ മണ്ഡലം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഡയലോജിക്കൽ മെത്തേഡ് ഉണ്ട്. അതുപോലെ തന്നെ കോപ്പറേറ്റീവ്, കൊളാബറേറ്റീവ് ലേണിംഗ്, അങ്ങനെ കുറേ അധികം കോൺസെപ്റ്റുകൾ നമുക്ക് വൈഗോട്സ്കിയുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കാനായിട്ടുണ്ട്. അപ്പോൾ വൈഗോട്സ്കി എന്ന് പറയുന്നത് ഉറപ്പായിട്ടും നമ്മുടെ കേട്ടറ്റ് എക്സാമിന് ചോദ്യം വരുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് എന്ത് ചെയ്യുക? അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ്, അദ്ദേഹത്തിൻ്റെ തിയറി എന്താണെന്ന് കൃത്യമായ രീതിയിൽ നിങ്ങൾ പഠിച്ചു വെക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
അനുഭവങ്ങളുടെ രൂപാന്തരണങ്ങളിൽ കൂടി അറിവ് നേടുന്ന പ്രക്രിയയാണ് പഠനം. എന്താണ് പറഞ്ഞത്? അനുഭവങ്ങളുടെ രൂപാന്തരണങ്ങളിൽ കൂടി അറിവ് നേടുന്ന പ്രക്രിയയാണ് പഠനം. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്? ബ്രൂണർ, ഡേവിഡ് കോൾ, കർട്ട് ലെവിൻ, വൈഗോട്സ്കി. അപ്പൊ ആരാണ് അനുഭവങ്ങളുടെ രൂപാന്തരീകരണത്തിൽ കൂടിയാണ് നമ്മൾ അറിവ് നേടുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളത്? ആരായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കാം? ബ്രൂണർ ആണോ, ഡേവിഡ് കോൾബ് ആണോ, കെർട്ട് ലെവിൻ ആണോ, വൈഗോട്സ്കി ആണോ? ആരാണ് ഈ രീതിയിലുള്ള ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചത്? ആൻസർ വരുന്നത് ആരാണ്? ഡേവിഡ് കോൾബ് ആണ്. അനുഭവാധിഷ്ഠിത പഠനത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിൻ്റെ സാധ്യതകളെ പറ്റി പഠനം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡേവിഡ് കോൾബ് എന്ന് പറയുന്നത്. എന്താണ്? അനുഭവാധിഷ്ഠിത പഠനം. അനുഭവാധിഷ്ഠിത പഠനത്തിന് പ്രാധാന്യം കൊടുത്ത വ്യക്തിയാണ് ഡേവിഡ് കോൾബ് എന്ന് പറയുന്നത്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, അനുഭവത്തിൽ കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പുതിയ കാര്യങ്ങളെല്ലാം തന്നെ പഠിച്ചെടുക്കുന്നത് എന്ന് കോൾബ് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്തു ചെയ്തു? അനുഭവാധിഷ്ഠിത പഠന ചക്രം രൂപീകരിച്ചു. എന്താണ്? അനുഭവാധിഷ്ഠിത പഠന ചക്രം. അപ്പൊ ആരാണ് അനുഭവാധിഷ്ഠിത പഠന ചക്രം രൂപീകരിച്ചത് എന്ന് ചോദിക്കുകയാണെങ്കിൽ മാറിപ്പോകരുത്, ഡേവിഡ് കോൾബാണ്. അദ്ദേഹം എന്തു പറഞ്ഞു? ഒരു 4 ഘട്ടങ്ങളാണ് നമുക്ക് എവിടെ കാണാൻ പറ്റുന്നത്? ഈ ചക്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ചക്രത്തിന്റെ പ്രത്യേകത എന്താണ്? അതിങ്ങനെ കണ്ടിന്യൂസ് ആയി നടക്കുന്ന ഒരു പ്രോസസ് ആയിരിക്കും. അപ്പൊ അതിലെ ആദ്യത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത് മൂർത്ത അനുഭവങ്ങളാണ്. മൂർത്ത അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്താണ്? നമ്മൾ ഓരോ ദിവസവും പുതിയ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. ഇനി ഇങ്ങനെ കടന്നു പോകുമ്പോൾ എന്താണ്? നമ്മൾ ചില കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്, ചില അറിവുകൾ അല്ലെങ്കിൽ ചില ആശയങ്ങൾ നമ്മൾ രൂപീകരിക്കുന്നുണ്ട്. ഈ ആശയങ്ങൾ രൂപീകരിക്കുക എന്ന് പറയുന്നത് 2ാമത്തെ ഘട്ടമാണ്, അമൂർത്തമായ ആശയ രൂപീകരണം. ഇനി ആശയങ്ങൾ രൂപീകരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? 3ാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുന്നു, പ്രതിഫലനാത്മക നിരീക്ഷണം. ഇവിടെ എന്താണ്? നമ്മൾ മനസ്സിലാക്കിയെടുത്തിട്ടുള്ള ആശയങ്ങൾ ശരിയാണോ എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വിശകലനം ചെയ്യുന്നു. ഇതാണ് 3ാമത്തെ ഘട്ടത്തിൽ നടക്കുന്നത്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയെടുത്തിട്ടുള്ള ആശയങ്ങൾ കൃത്യമായ രീതിയിൽ വിശകലനം ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി, ആ സംഭവം കൊള്ളാം, നല്ലതാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ മനസ്സിലാക്കിയെടുത്തിട്ടുള്ള കാര്യങ്ങൾ ഒരു സജീവ പരീക്ഷണം എന്ന് പറയുന്ന 4ാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഇത്രയേ ഉള്ളൂ. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ആ അറിവ് പ്രായോഗികമാക്കുന്നു, നിരന്തരം ഉപയോഗിക്കുന്നു. ഇങ്ങനെയാണ് എന്ത് നടക്കുന്നത്? അനുഭവാധിഷ്ഠിത പഠനം നടക്കുന്നത്. ആദ്യം അനുഭവങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആശയങ്ങൾ രൂപീകരിക്കുന്നു. ആശയങ്ങൾ രൂപീകരിച്ചത് ശരിയാണോ തെറ്റാണോ എന്ന രീതിയിൽ വിശകലനം നടത്തുന്നു. 3ാമത്തെ ഘട്ടത്തിൽ ഏറ്റവും ഒടുവിലായി നമ്മൾ എന്ത് മനസ്സിലാക്കുന്നു? നമ്മൾ കണ്ടെത്തിയിട്ടുള്ള കാര്യം അതല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയെടുത്തിട്ടുള്ള ആശയങ്ങൾ സെറ്റാണ്, ഓക്കെ ആണ്, നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്കത് പ്രായോഗികമാക്കാം. ഇങ്ങനെയാണ് അനുഭവാധിഷ്ഠിത പഠനം നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് എന്താണ്? പഠനത്തിലെ അനുഭവങ്ങൾക്ക് കേന്ദ്രസ്ഥാനം കൊടുത്തുകൊണ്ട് പഠനം നടത്തിയ വ്യക്തിയാണ് ഡേവിഡ് കോൾബ് എന്ന് പറയുന്നത്. അനുഭവാധിഷ്ഠിത പഠനത്തിനാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. അനുഭവാധിഷ്ഠിത പഠന ചക്രം ഡേവിഡ് കോൾബിൻ്റെ കോൺസെപ്റ്റാണ്. ക്ലിയർ ആയ രീതിയിൽ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ശൈശവ അവസ്ഥയിലെ മനോവികാസ ഘട്ടത്തിൽ സംഭവിക്കാത്തത് ഏത്? എന്താ ചോദിച്ചത്? ശൈശവാവസ്ഥയിലെ മനോവികാസ ഘട്ടത്തിൽ സംഭവിക്കാത്തത് ഏത്? ഓപ്ഷൻ എ, കൗതുകവും ജിജ്ഞാസയും ഉടലെടുക്കുന്നു. ഓപ്ഷൻ ബി, ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ത്വര വികസിക്കുന്നു. ഓപ്ഷൻ സി, സമയബോധം വികസിക്കുന്നു. ഓപ്ഷൻ ഡി, യുക്തിരഹിത ഓർമ്മ വികാസം പ്രാപിക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? കുട്ടി ഏത് കാലഘട്ടത്തിലാണ് ഇപ്പോഴുള്ളത് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് എന്താ പറഞ്ഞത്? തന്നിരിക്കുന്ന പ്രത്യേകതകളിലെ എന്താണ് കുട്ടിക്ക് ഇല്ലാത്തത്, അതല്ലെങ്കിൽ കുട്ടി പ്രകടിപ്പിക്കാത്ത സവിശേഷത ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതായിരിക്കും? നമുക്കറിയാലേ, ശൈശവ കാലഘട്ടം എന്ന് പറയുന്നത് കുട്ടി ജനിച്ച അന്ന് മുതൽ ഏകദേശം ഒരു 3 വയസ്സ് വരെയാണ് ശൈശവ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത്, അല്ലേ? കുട്ടികളെ ശിശു എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലായിരിക്കും ഉൾപ്പെടുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ പ്രത്യേകതകൾ കാണാൻ പറ്റും? നമ്മൾ അവരെ എങ്ങോട്ടെങ്കിലും ടൂറോ കാര്യങ്ങളൊക്കെ കൊണ്ടുപോവാണെങ്കിൽ അവർക്ക് എന്താണ്
മുഴുവൻ സംശയങ്ങളായിരിക്കും. എന്താ അമ്മേ നമ്മളിപ്പോൾ അവിടെ കണ്ടത്, അവരെന്താ അങ്ങനെ ചെയ്യുന്നത്, അവരെന്താ ഇങ്ങനെ വർത്താനം പറഞ്ഞത്. കുട്ടിക്ക് എല്ലാത്തിനെയും കുറിച്ച് അറിയാനായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി, കൗതുകവും ജിജ്ഞാസയും നമുക്ക് കാണാൻ പറ്റും. അപ്പം അതെന്താണ്, അത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ എന്താണ്, ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ത്വര വികസിക്കുന്നു. അവർക്ക് എന്താണ്, അവർക്ക് എല്ലാത്തിനെയും കുറിച്ചും സംശയമായിരിക്കും. ആ സംശയം അവരെന്ത് ചെയ്യില്ല, അവര് ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കില്ല. എന്തുകൊണ്ട് അവിടെ അങ്ങനെ ഉണ്ടായി, ഇപ്പൊ എന്താ അവർ പറഞ്ഞത്, എന്താ അവർ അങ്ങനെ ചെയ്തത്, ഈ രീതിയിൽ ഇങ്ങനെ നിരന്തരമായിട്ട് അവര് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും. ഇനി സി എന്താണെന്ന് നോക്കിയേ, സമയബോധം വികസിക്കുന്നു. ഒരു 2 വയസ്സുകാരനോട് അല്ലെങ്കിൽ 2 വയസ്സുകാരിയോട് നമ്മൾ ചോദിക്കുകയാണ്, മോനെ ഇപ്പോൾ സമയം എത്രയായടാ, ഈ സമയത്താണ് ഇതൊക്കെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തറിയില്ല, പകല് എന്ത് ചെയ്യാനായിട്ട് പാടില്ല, ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ രാത്രി ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യത്തെ പറ്റി അവർക്ക് ധാരണ ഉണ്ടാകില്ല. കുട്ടികളുടെ വിചാരം എന്താണ്, അഹം കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ചിന്താഗതി ആയിരിക്കും അവരുടെ ആ ഒരു പ്രായത്തിൽ ഉണ്ടായിരിക്കുക. ഞാൻ എഴുന്നേൽക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അപ്പം മാത്രമാണ് എൻ്റെ കൂടെയുള്ള ആളുകളും എഴുന്നേൽക്കുന്നത്. ഞാൻ ഉറങ്ങുമ്പോൾ എന്ത് സംഭവിക്കുകയാണ്, എല്ലാവരും എൻ്റെ കൂടെ കിടന്ന് ഉറങ്ങുകയാണ്. ഞാൻ എഴുന്നേൽക്കുമ്പോഴാണ് സൂര്യൻ എൻ്റെ കൂടെ എഴുന്നേൽക്കുന്നത്, ഞാനാണ് എല്ലാം തീരുമാനിക്കുന്നത്. ഈ രീതിയിലുള്ള ചിന്താഗതി ആയിരിക്കും ഒരു 3 വയസ്സുകാരൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുക. അപ്പം അവർക്ക് എന്തിനെ പറ്റി ധാരണയുണ്ടാവില്ല, സമയബോധത്തെക്കുറിച്ച് ധാരണയുണ്ടാകില്ല. അപ്പം ഏതാണ് സംഭവിക്കാത്തത്, സമയബോധം വികസിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ എന്താണ്, 4-മത്തെ നമുക്കറിയാം, യുക്തിരഹിത ഓർമ്മ വികാസം പ്രാപിക്കുന്നു. കൃത്യമായ രീതിയിൽ ലോജിക്കലായിട്ട് ചിന്തിക്കാനായിട്ടുള്ള കഴിവൊന്നും ആർക്കുണ്ടാവില്ല, 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഉണ്ടായിരിക്കില്ല. ഇത് അവർക്ക് പ്രായമാകും തോറുന്നതാണ് എന്ത് സംഭവിക്കുന്നത്, ശരിയായ രീതിയിൽ കാര്യകാരണ സഹിതം അവരെ വിശദീകരിക്കാനും ഇതിനൊക്കെ പഠിക്കുന്നത്. ഓക്കെ ആണല്ലോ, കിട്ടുന്നുണ്ടല്ലോ. നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ക്വസ്റ്റ്യനും വായിക്കുമ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങളുമായിട്ട് ഇത് ബന്ധപ്പെടുത്തുക, പഠിച്ച കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യാം. ഇനി 4-മത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വ്യവഹാരവാദികളെയും സംബന്ധവാദികളെയും അപേക്ഷിച്ച് സാകല്യവാദികളുടെ പ്രധാന നിരീക്ഷണം എന്താണ്? ആരെയൊക്കെ തന്നിട്ടുണ്ട്, വ്യവഹാരവാദികളെക്കുറിച്ചും സംബന്ധവാദികളെക്കുറിച്ചും സാകല്യവാദികളെക്കുറിച്ചും തന്നിട്ടുണ്ട്. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, വ്യവഹാരവാദികളെയും സംബന്ധവാദികളെയും അപേക്ഷിച്ച് സാകല്യവാദികൾ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാന കണ്ടുപിടുത്തങ്ങൾ എന്തൊക്കെയാണ്? ഇതിലാരാണ് ഈ സാകല്യവാദികൾ എന്ന് പറയുന്നത്? നമ്മുടെ സമഗ്രതാവാദികളാണ് സാകല്യവാദികൾ എന്നിവിടെ അർത്ഥമാക്കുന്നത്. ഓർത്തിരിക്കുക, ജസ്റ്റാൾട്ട് സൈക്കോളജിയാണ് ചോദിച്ചിട്ടുള്ളത്. ഓൾറെഡി നമുക്ക് എന്തറിയാം, വ്യവഹാരവാദികളെയും സംബന്ധവാദികളെയും നമുക്ക് അറിയാം. ഇനി നമുക്ക് ഓരോ ഓപ്ഷൻ നോക്കാം. പഠനം എന്നത് കേവലം ഉദ്ദീപനത്തിനുള്ള ഒരു കേവല പ്രതികരണമല്ല. പഠനം ഉദ്ദേശാധിഷ്ഠിതമായ ഒരു ക്രിയാത്മക പ്രവർത്തനമാണ്, മറിച്ച് യാദൃശ്ചികമായി സംഭവിക്കുന്ന ഒന്നല്ല. ഓപ്ഷൻ സി, ഒരു വസ്തുവിനെ കുറിച്ചുള്ള പഠിതാവിൻ്റെ അനുഭവബോധം അതിൻ്റെ പൂർണ്ണതയിൽ നിന്ന് മാത്രം ജനിക്കുന്നതാണ്. ഓപ്ഷൻ ഡി ഇവയെല്ലാം. അപ്പം എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? കേവലം ഒരു സ്റ്റിമുലസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല റെസ്പോൺസ് ഉണ്ടാവുന്നത്. സംഭവം സത്യമാണല്ലേ. ജസ്റ്റാൾട്ട് സൈക്കോളജി എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആളുകൾക്ക് എന്തുണ്ട്, ഉൾക്കാഴ്ചയുണ്ട് അല്ലേ, അവർക്ക് എല്ലാത്തിനെയും കുറിച്ച് ചിന്തിക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ട്, കോമൺ സെൻസ് ഉണ്ട്. ആ കോമൺ സെൻസിൻ്റെ അടിസ്ഥാനത്തിൽ അവർ എന്ത് ചെയ്യുന്നു, അവർക്ക് കിട്ടുന്ന അനുഭവത്തെ അവർ പൂർണ്ണമായ രീതിയിൽ നോക്കിക്കാണുന്നു. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നു, ആ പ്രശ്നത്തെ മുഴുവനായി പഠിച്ച് അതിനെ എങ്ങനെ പരിഹരിക്കാം എന്ന രീതിയിലാണ് മനുഷ്യന്മാർ ചിന്തിക്കുന്നത് എന്നാണ് ജസ്റ്റാൾട്ട് സൈക്കോളജിയിൽ, സമഗ്രതാവാദത്തിൽ പറയുന്നത്. നമ്മുടെ സുൽത്താൻ എന്ന് പറയുന്ന സമർത്ഥനായ ചിമ്പാൻസിയെ വെച്ചുകൊണ്ട് കോഹ്ലർ ഒരു പരീക്ഷണമൊക്കെ നടത്തിയിട്ടാണ് ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തന്നിരിക്കുന്ന എല്ലാം തന്നെ എന്താണ്, സാകല്യവാദികളുമായി അതല്ലെങ്കിൽ സമഗ്രതാവാദവുമായി ബന്ധപ്പെട്ട് വരുന്ന കോൺസെപ്റ്റുകളാണ്. ക്ലിയർ ആണല്ലോ. ഒരു വസ്തുവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിനെ പല ഭാഗങ്ങളാക്കി തിരിച്ച് ഒരു പ്രത്യേക ഭാഗത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കില്ല, അതിനെക്കുറിച്ച് നമുക്ക് പൂർണ്ണമായ രീതിയിൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ല. എന്ത് വേണം, മനുഷ്യനെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ അവൻ്റെ സമഗ്രമായുള്ള പഠനമാണ് നമുക്ക് ആവശ്യം. പൂർണ്ണമായ രീതിയിൽ ഒരു വസ്തുവിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. ഓക്കെ, ഇനി 5-മത്തെ ക്വസ്റ്റ്യൻ,
പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗിന്റെ ഏറ്റവും നല്ല ഉദാഹരണം താഴെ പറയുന്നവയിൽ ഏതാണ് ചോദിച്ചിട്ടുള്ളത്? പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ്, അധിക സംക്രമണം. ഇനി എന്താണ് ഈ പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്? അതെന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാലാണ് അതിന് ഏറ്റവും നല്ല ഉദാഹരണം നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു വിഷയത്തിൽ നമ്മൾ പഠിച്ചെടുത്തിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അതല്ലെങ്കിൽ നേടിയെടുത്തിട്ടുള്ള ചില ശേഷികൾ ഉണ്ടായിരിക്കും. ആ ശേഷികൾ നമുക്ക് മറ്റൊരു മേഖലയിൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അതെന്താണ്? അത് പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ്, അധിക സംക്രമണമാണ് അവിടെ നടന്നിട്ടുള്ളത്. നമ്മൾ ഒരു സ്ഥലത്ത് പഠിച്ച കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റൊരു ഭാഗത്ത് മറ്റൊരു സംഭവം പഠിക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഉപകാരപ്രദമാണല്ലേ. അതിനെയാണ് പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി അതേസമയം തന്നെ ഒരു വിഷയത്തിൽ നമ്മൾ പഠിച്ചെടുത്തിട്ടുള്ള കാര്യങ്ങൾ എന്ത് സംഭവിക്കുന്നു, മറ്റൊരു മേഖലയിൽ വേറൊരു പുതിയ വിഷയം പഠിക്കുമ്പോൾ നമുക്ക് തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ്, ന്യൂന സംക്രമണമാണ് അവിടെ നടക്കുന്നത്. ഇനി അതല്ല, ഞാൻ മാത്സിൽ നിന്ന് പഠിച്ചെടുത്ത ഒരു കാര്യം എനിക്ക് സോഷ്യൽ പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഗുണമോ ദോഷമോ ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതെന്താണ്? സീറോ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ് നടന്നിട്ടുള്ളത്. എന്താണ്? ശൂന്യ സംക്രമണമാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഓർത്തിരിക്കുക, പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വിഷയത്തിൽ നമ്മൾ പഠിച്ചെടുത്തൊരു കാര്യം നമുക്ക് അപ്പുറത്തെ വിഷയത്തിൽ കൃത്യമായ രീതിയിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ ഉപകാരപ്പെടുന്നുണ്ട്. ഇനി എക്സാമ്പിൾസ് ഒക്കെ നോക്കിയേ. വീണ വായിക്കാൻ അറിയുന്ന കുട്ടിക്ക് ഗിറ്റാർ എളുപ്പം പഠിക്കാൻ സാധിക്കുന്നു. സംഭവം എന്താണ്? പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ് അവിടെ ചെയ്തിട്ടുള്ളത്. കാരണം എന്താണ്? വീണ വായിക്കാൻ വേണ്ടി കുട്ടി ഉപയോഗിച്ചിട്ടുള്ള ചില ടെക്നിക്സ് എവിടെ അപ്ലൈ ചെയ്യാൻ പറ്റി? ഗിറ്റാർ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഗിറ്റാർ ഉപയോഗിക്കാൻ കുട്ടിയെ സഹായിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? സൈക്കിൾ ഓടിക്കാൻ അറിയുന്ന ആൾ ബൈക്ക് ഓടിക്കാൻ എളുപ്പം പഠിക്കുന്നു. അതും എന്ത് തന്നെയാണ്? പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് തന്നെയാണ്. അപ്പോൾ സൈക്കിൾ ഓടിക്കുമ്പോൾ നമുക്കറിയാം നമുക്ക് എന്താണ്, നമ്മൾ ബാലൻസ് ചെയ്യാൻ പഠിക്കുന്നു, വീഴാൻ പോകുമ്പോൾ ബ്രേക്ക് ചെയ്യാൻ പഠിക്കുന്നു. ഇതൊക്കെ നമുക്ക് എവിടെയും അപ്ലൈ ചെയ്യാം? ബൈക്ക് ഓടിക്കാൻ പഠിക്കുമ്പോഴും നമുക്ക് അപ്ലൈ ചെയ്യാം. പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ്. ഇനി സി എന്താണ്? മാത്സ് അറിയുന്ന കുട്ടിക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എളുപ്പം മനസ്സിലാകുന്നു. അതും എന്ത് തന്നെയാണ്? സെറ്റ് തന്നെയാണ്, പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഉത്തരം ഏത് വരുന്നു? ഓപ്ഷൻ ഡി വരുന്നു. തന്നിട്ടുള്ള എല്ലാം തന്നെ എന്താണ്? അധിക സംക്രമണവുമായി ബന്ധപ്പെട്ട് വരുന്ന ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഓർത്തിരിക്കുക, എന്താണ് പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്, എന്താണ് നെഗറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്, എന്താണ് സീറോ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അമ്മയെ എനിക്കിഷ്ടമാണ്, അമ്മയാണ് ദൈവം, അമ്മ എനിക്ക് പാല് തരും തുടങ്ങിയ പ്രയോഗങ്ങളിലൂടെ അമ്മ എന്ന ആശയം കുട്ടികളിൽ എത്തിക്കുന്നത് ഏത് രീതിയിലാണ്? എന്താണ് പറഞ്ഞിട്ടുള്ളത്? അമ്മയെ എനിക്ക് ഇഷ്ടമാണ്, അമ്മ എൻ്റെ ദൈവമാണ്, അമ്മ എനിക്ക് പാല് തരും. ഇതെന്ത് ചെയ്യാണ്? കുട്ടിക്ക് നമ്മളിങ്ങനെ ഒരു ആശയം എത്തിക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ഇതേത് രീതിയിലുള്ള പഠന രീതിയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആവർത്തന രീതി, ചാക്രികാരോഹണ രീതി, ഓർമ്മ, സഹവർത്തിത്വം. ഇവിടെ ഏത് രീതിയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്? ആവർത്തനമാണോ? ആവർത്തന പഠന രീതിയിൽ കൂടെയാണോ നമ്മൾ അമ്മ എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് കുട്ടികളിലേക്ക് എത്തിക്കുന്നത്? ഒരിക്കലും അല്ലാതെ. ആവർത്തന പഠനത്തിൽ എന്താ നടക്കുന്നത്? നമ്മൾ കുട്ടികളുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കുന്ന പ്രതികരണം വരാൻ പാകത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു സ്റ്റിമുലസ് റിപ്പീറ്റ് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു ഫ്ലാഷ് കാർഡ് കാണിച്ചു കൊടുക്കുന്നു. ഫ്ലാഷ് കാർഡിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കരടിയുടെ ചിത്രം നമ്മൾ വെച്ചിട്ടുണ്ട്. ഈ ഫ്ലാഷ് കാർഡ് കാണിച്ചു കൊടുത്തുകൊണ്ട് കുട്ടികളോട് പറയാണ്, മക്കളെ ഇതാണ് കരടി എന്ന് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. നമ്മളവിടെ സ്റ്റിമുലസ് കൊടുത്തു. കുട്ടികൾ പിന്നീട് പറയുകയാണ്, ഈ ഒരു ചിത്രം കാണിച്ചു കൊടുക്കുമ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ കരടി എന്ന് പറയുന്നു. ഇതാണ് ആവർത്തന പഠനത്തിൽ നടക്കുന്നത്. അവിടെ എന്ത് സംഭവിക്കുന്നില്ല? കരടി ആരാണെന്നോ കരടിയുടെ പ്രത്യേകത എന്താണെന്നോ ഒന്നും തന്നെ കുട്ടിക്ക് അവിടെ അറിയില്ല. എന്ത് മാത്രമേ അറിയുള്ളൂ? ഈ ഇമേജ് ഇങ്ങനെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് കരടിയുടെ ആണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധി മാത്രമേ കുട്ടിക്ക് അവിടെ ഉള്ളൂ. അപ്പം ഇവിടെ എന്തല്ല? ആവർത്തനമല്ല നടന്നിട്ടുള്ളത്, മറിച്ച് എന്താണ്? ചാക്രികാരോഹണ രീതിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ചാക്രികാരോഹണ രീതി എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ഏതാശയത്തെ കുറിച്ചാണോ പഠിപ്പിക്കേണ്ടത് ആ ആശയത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? പരസ്പരം ബന്ധിപ്പിക്കുന്ന പല ആശയങ്ങളിൽ കൂടെ നമ്മൾ അമ്മ എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് കുട്ടിക്കൊരു ഐഡിയ കൊടുക്കുന്നു. അമ്മ എന്ന് പറയുന്ന ഒരു ആശയത്തെക്കുറിച്ച് വളരെ വ്യക്തമായി നമ്മൾ കുട്ടികളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ എന്താ പറഞ്ഞത്?
അമ്മയെ എനിക്കിഷ്ടമാണ്. അതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അടുത്തൊരു സെന്റൻസ് പറഞ്ഞു. എന്താണ്? അമ്മയാണ് എൻ്റെ ദൈവം. അതിനുശേഷം അടുത്ത സെന്റൻസ് എന്താണ്? അമ്മ എനിക്ക് പാല് തരും. ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഓടി വരും. അമ്മ എനിക്ക് വേണ്ടി എല്ലാം ചെയ്യും. ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്? അമ്മ എന്ന് പറയുന്ന ഒരാശയത്തെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു ക്ലിയർ ഐഡിയ നമ്മൾ കുട്ടികളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ചാക്രികാരോഹണ രീതിയിൽ നമ്മൾ ചെയ്യുന്നത്, സ്പൈറൽ കരിക്കുലം. ഇനി ആരുടെയാണ് ചാക്രികാരോഹണ പഠന രീതി എന്ന് പറയുന്നത്? ആരുടെയാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ബ്രൂണറാണ് ചാക്രികാരോഹണ രീതി കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കണ്ടെത്തൽ പഠന രീതി, ആശയാധാന മാതൃക, കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ, ഇതൊക്കെ നമ്മുടെ ബ്രൂണറിന്റെ കോൺസെപ്റ്റാണ്. ഓർത്തിരിക്കുക, കണ്ടെത്തൽ പഠന രീതി വരുന്നുണ്ട്, ആശയാധാന മാതൃക വരുന്നുണ്ട്, ചാക്രികാരോഹണ രീതി. ഇതൊക്കെ ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്ത് തന്നെയാണ്? ബ്രൂണർ എന്ന് തന്നെയാണ്. മാറിപ്പോകരുത്. ക്ലിയർ ആണല്ലോ? ഇനി ആവർത്തന പഠന രീതി എന്ന് പറയുന്നത് നമ്മുടെ പാവ്ലോവിൻ്റെ പൗരാണിക അനുബന്ധന സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു പഠന രീതിയാണ്. ക്ലിയർ ആണല്ലോ? കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിലെ സിദ്ധാന്തത്തെ പറ്റിയും അത് ഏത് പഠന രീതിയാണ് ഉദ്ദേശിക്കുന്നത് എന്നും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സെറ്റാണല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ഓരോ ഉദാഹരണങ്ങളും ഏതെല്ലാം പഠന സിദ്ധാന്തങ്ങളുമായി ബന്ധപ്പെട്ടവയാണ്? ശരിയായ ക്രമം കണ്ടെത്തി എഴുതുക. അതായത് നമുക്ക് കുറച്ച് സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. ആ സിറ്റുവേഷൻസിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സിദ്ധാന്തം ഏതാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എവിടെ ഉണ്ടാവും? നമ്മൾ കേട്ടറ്റ് എക്സാമിന് പോയിരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ക്വസ്റ്റ്യൻ്റെ വലിപ്പവും ഓപ്ഷൻസിൻ്റെ വലിപ്പവും കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ചെറുതായിട്ടൊന്ന് പേടിക്കും. ഇങ്ങനെ പേടിക്കുന്നത് ചിലപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാനായിട്ട് കാരണമാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? കൂളായിരുന്ന ക്വസ്റ്റ്യൻ വായിക്കുക. ഇനി നോക്കിയേ, ആദ്യത്തെ ഉദാഹരണം എന്താണ്? ബെല്ലടിക്കുമ്പോൾ വിശപ്പ് തോന്നുന്നത്. ബെല്ലടിക്കുമ്പോൾ വിശപ്പ് തോന്നുന്നത്. രണ്ടാമത്തേത്, അച്ഛൻ കുട്ടിയോട് പെട്ടി തുറക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ വലത്തോട്ടും ഇടത്തോട്ടും പല പ്രാവശ്യം തിരിച്ചപ്പോൾ പെട്ടി തുറന്നത്. എന്താ ചെയ്തത്? കുട്ടിയോട് എന്ത് പറഞ്ഞു? അച്ഛൻ പെട്ടി തുറക്കാൻ പറഞ്ഞു. കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ നോക്കി, അവസാനം പെട്ടി തുറന്നു. മൂന്നാമത്തേത്, പരീക്ഷയിൽ ജയിച്ചാൽ സമ്മാനം ലഭിക്കുന്നത്. നാലാമത്തേത്, സിനിമാ നടന്മാരെ അതുപോലെ അനുകരിക്കുന്നത്. ക്വസ്റ്റ്യൻ വായിച്ചല്ലോ? ക്ലിയർ ആയല്ലോ? ഇനി ഓപ്ഷൻ ഒന്ന് നോക്കിയേ. ചോദക പ്രതികരണം, ശ്രമപരാജയം, ധനപ്രബലനം, നിരീക്ഷണ പഠന സിദ്ധാന്തം. ഓപ്ഷൻ ബി, ചോദക പ്രതികരണം, നിരീക്ഷണ പഠന സിദ്ധാന്തം, ധനപ്രബലനം, ശ്രമപരാജയം. ഓപ്ഷൻ സി, ശ്രമപരാജയം, ചോദക പ്രതികരണം, ധനപ്രബലനം, നിരീക്ഷണ പഠന സിദ്ധാന്തം. ഓപ്ഷൻ ഡി, നിരീക്ഷണ പഠന സിദ്ധാന്തം, ശ്രമപരാജയം, ധനപ്രബലനം, ചോദക പ്രതികരണം. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ചിലപ്പോൾ ഈ ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? നേരെ ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോവുക. ആദ്യത്തെ ഓപ്ഷൻ എന്താണ്? ബെല്ലടിക്കുമ്പോൾ വിശപ്പ് തോന്നുന്നത്. ഉച്ചമണി അടിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടുമെന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അതല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പോകാൻ തുടങ്ങുന്ന കാലം തൊട്ട് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ബെല്ലടിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടും. അതെന്തുമായി ബന്ധപ്പെട്ട് വരുന്ന തിയറി കോൺസെപ്റ്റാണ്? പൗരാണിക അനുബന്ധനം. ഓക്കെ ആണല്ലോ? ബെല്ലും ഭക്ഷണവും തമ്മിൽ ചെറിയൊരു ബന്ധം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പൗരാണിക അനുബന്ധനം. ഇനി രണ്ടാമത്തേത്, അച്ഛൻ കുട്ടിയോട് പെട്ടി തുറക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ കുട്ടി എന്താണ്? കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം പെട്ടി തുറന്നു. ഏത് സിദ്ധാന്തമാണ്? ശ്രമപരാജയ സിദ്ധാന്തമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി മൂന്നാമത്തേത്, പരീക്ഷയിൽ ജയിച്ചാൽ സമ്മാനം ലഭിക്കുന്നത്. പരീക്ഷയ്ക്ക് നല്ല മാർക്ക് മേടിച്ച കുട്ടിക്കൊരു മിഠായി കൊടുക്കുന്നു, ഒരു പേന കൊടുക്കുന്നു എന്നുള്ളത് എന്താണ്? റീഇൻഫോഴ്സ്മെന്റ് ആണ്, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ്, ധനപ്രബലനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ആ മിഠായി കൊടുത്തത്? അടുത്ത പരീക്ഷയ്ക്കും നല്ല മാർക്ക് മേടിക്കണം. ഓക്കെ. ഇനി ഏറ്റവും ഒടുവിലായിട്ട് കൊടുത്തിട്ടുള്ളത് സിനിമാ നടന്മാരെ അതുപോലെ അനുകരിക്കുന്നത്. നമ്മുടെ ബന്ധുവിനെ കൊണ്ടുവന്നിട്ടുള്ള സാമൂഹിക പഠന സിദ്ധാന്തം. ഇനി നമുക്ക് ഓപ്ഷനിലേക്ക് നോക്കാം അല്ലേ. ഇവിടെ എന്താ വരുന്നത്?
ഓപ്ഷൻ എ ആദ്യത്തേത് ചോദക പ്രതികരണ ബന്ധം, അത് തന്നെയാണ് നമ്മളും പറഞ്ഞത്. രണ്ടാമത്തേത് ശ്രമപരാജയം, മൂന്നാമത്തേത് ധനപ്രബലനം, ഏറ്റവും ഒടുവിൽ നിരീക്ഷണ പഠന സിദ്ധാന്തം അതല്ലെങ്കിൽ സാമൂഹിക പഠന സിദ്ധാന്തം ആൽബർട്ട് ബന്ദൂരയുടേത്. ക്ലിയർ ആണല്ലോ എങ്ങനെയാണ് നമ്മൾ ഉത്തരത്തിലേക്ക് എത്തിയത് എന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ക്ലിയർ ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ചോദിച്ചിട്ടുള്ളത്? വൈകാരിക ബുദ്ധിയുടെ സവിശേഷതകളിൽ പെടാത്തത്. വൈകാരിക ബുദ്ധിയുടെ സവിശേഷതകളിൽ പെടാത്തത് ഇമോഷണൽ ഇന്റലിജൻസ്, അഹംബോധം, വൈകാരിക താദാത്മ്യം, സാമൂഹിക നൈപുണികൾ, ആത്മസാക്ഷാത്കാരം. തന്നിരിക്കുന്നതിലെ ഏതാണ് വൈകാരിക ബുദ്ധിയുടെ സവിശേഷതയിൽ നമുക്ക് പറയാൻ പറ്റാത്തത്? ഏതൊക്കെയാണ് വരുന്നത്? ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആത്മസാക്ഷാത്കാരമാണ്. സെൽഫ് ആക്ച്വലൈസേഷൻ ആണ് ഉത്തരം വരുന്നത്. കാരണം എന്താണ്? ആത്മസാക്ഷാത്കാരം നമ്മൾ എവിടെ പഠിക്കുന്നതാണ്? വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ നമുക്കവിടെ മാനവിക സിദ്ധാന്തങ്ങൾ നോക്കാനായിട്ടുണ്ട്. ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് എബ്രഹാം മാസ്ലോ എന്ന് പറയുന്ന ഒരാളെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തിയാണ് എന്ത് പറയുന്നത്? നമ്മളെല്ലാവരും തന്നെ ആഗ്രഹിക്കുന്നത് ഈ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിനാണ്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? അതല്ലെങ്കിൽ മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്കാണ്. ആത്മസാക്ഷാത്കാരം നേടിയെടുക്കാൻ വേണ്ടിയാണ് മനുഷ്യൻ മുന്നോട്ടേക്ക് യാത്ര തിരിക്കുന്നത്. ഇത് നമുക്ക് വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു കോൺസെപ്റ്റാണ്. എബ്രഹാം മാസ്ലോയാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. ബാക്കിയെല്ലാം തന്നെ എന്താണ്? ബാക്കിയെല്ലാം തന്നെ വൈകാരിക ബുദ്ധിയുടെ സവിശേഷതയാണ്. ഇനി ആരാണ് വൈകാരിക ബുദ്ധിയുടെ സവിശേഷതകൾ കൊണ്ടുവന്നിട്ടുള്ളത്? ആരാണ് കൊണ്ടുവന്നിട്ടുള്ളത്? ഡാനിയേൽ ഗോൾമാൻ. ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, ഡാനിയേൽ ഗോൾമാൻ ആണ് വൈകാരിക ബുദ്ധിശക്തി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി വൈകാരിക ബുദ്ധിക്ക് 5 ഘടകങ്ങളുണ്ട് എന്നാണ് ഗോൾമാൻ പറഞ്ഞു വെക്കുന്നത്. ഏതൊക്കെയാണ്? ഏറ്റവും ആദ്യത്തെ അഹംബോധം അല്ലേ? അഹംബോധം എന്ന് പറയുന്നത് സെൽഫ് അവയർനെസ് ആണ്. എൻ്റെ വികാരങ്ങൾ എന്തൊക്കെയാണ്, എൻ്റെ ബലഹീനതകൾ എന്തൊക്കെയാണ്, എൻ്റെ കഴിവുകൾ എന്തൊക്കെയാണെന്ന് എനിക്ക് എന്ത് ചെയ്യണം? കൃത്യമായ രീതിയിലൊരു അവബോധം ഉണ്ടായിരിക്കണം. എനിക്ക് എപ്പോഴാണ് ദേഷ്യം വരിക എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കണം. ഇനി അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മാത്രം പോരാ, എന്തും കൂടെ വേണം? ആത്മനിയന്ത്രണം വേണം. സെൽഫ് റെഗുലേഷൻ നമുക്ക് വേണം. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്, പക്ഷേ എൻ്റെ വികാരം പ്രകടിപ്പിക്കാൻ പറ്റിയ ഒരു സ്ഥലത്തല്ല ഞാൻ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കി അതെന്ത് ചെയ്യാൻ പറ്റണം? കൃത്യമായ രീതിയിൽ അത് നിയന്ത്രിക്കാൻ പറ്റുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ആത്മനിയന്ത്രണമുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി അടുത്തതാണ് അഭിപ്രേരണ അതല്ലെങ്കിൽ മോട്ടിവേഷൻ. ഞാൻ ആഗ്രഹിച്ച് കഷ്ടപ്പെട്ട് പഠിച്ചെഴുതിയ പരീക്ഷയിൽ ഞാൻ തോറ്റുപോയി, കുറേ ആളുകൾ എന്നെ കളിയാക്കി, ഞാൻ എന്ത് ചെയ്തു? എൻ്റെ സങ്കടം ഞാൻ ഉള്ളിൽ വെച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? അതൊരു തീപ്പൊരിയാക്കി മാറ്റി. ഇനി എക്സാം വരുന്നുണ്ട്, ഞാൻ ഒന്നും കൂടെ നല്ല രീതിയിൽ പഠിച്ച് അടുത്ത എക്സാമിന് നല്ല മാർക്ക് മേടിക്കും. ഈ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റണം? പോസിറ്റീവായ രീതിയിൽ ചിന്തിക്കാൻ പറ്റണം. അതിനെയാണ് നമ്മൾ അഭിപ്രേരണ എന്ന് പറയുന്നത്. 4ാമത്തെ ഘടകമായിട്ട് പറയുന്നത് വൈകാരിക താദാത്മ്യം, എംപതിയാണ്. ഇവിടെ എന്നോടൊപ്പം പരീക്ഷ എഴുതിയ കൂട്ടുകാരിയുണ്ട്, അവളും എന്താണ്? പരീക്ഷയിൽ തോറ്റുപോയി. അവൾ തോറ്റ കാര്യം ഞാൻ അറിഞ്ഞു, അവളും എന്താണ്? വിഷമത്തിലായിരിക്കും. കാരണം ഞാൻ പരീക്ഷയിൽ തോറ്റപ്പോൾ എനിക്ക് വിഷമാണ് വന്നത്, അവൾക്കും വിഷമം തന്നെയായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഞാനത് എന്ത് ചെയ്യാൻ പോവണ്ട? ഞാനത് ചിക്കി മാന്തി അവളുടെ സങ്കടം കൂട്ടാനായിട്ട് പോവേണ്ട ആവശ്യമില്ല. എനിക്ക് വികാരങ്ങൾ ഉണ്ടാകുന്നത് പോലെ എൻ്റെ മുൻപിൽ നിൽക്കുന്ന ആളുകൾക്കും വിചാരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഞാനത് മാനിക്കണം. ഓക്കെ. ഇനി അടുത്ത ഒരു ഘടകമായിട്ട് പറയുന്നത് സാമൂഹിക നൈപുണ്യങ്ങളാണ്. ഇത്തരത്തിലെ വൈകാരിക ബുദ്ധിശക്തിയുള്ള ഒരാൾക്ക് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നല്ല രീതിയിലുള്ള സോഷ്യൽ സ്കിൽസ് അല്ലെ, സാമൂഹ്യ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ 5 ഘടകങ്ങളാണ് ഡാനിയൽ ഗോൾമാൻ മുന്നോട്ട് വയ്ക്കുന്ന വൈകാരിക ബുദ്ധിയുടെ സവിശേഷതകൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഇതിന്ന് സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട്. കൂട്ടത്തിൽ പെടാത്തതേത്, ഒറ്റപ്പെടുന്നതേത്, അതല്ലെങ്കിൽ ഒരു പ്രത്യേക സവിശേഷത തന്നിട്ട് ഇതെന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന രീതിയിൽ ചോദ്യം ചോദിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സുരേഷിനെ കുറിച്ച് സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും അധ്യാപകർക്കും ഒരേ അഭിപ്രായമാണ്. സത്യസന്ധനായ കുട്ടി. ആൽപോർട്ടിന്റെ വൈയക്തിക ചിത്തവൃത്തി സിദ്ധാന്ത പ്രകാരം ഇത് ഏത് തരത്തിലുള്ള വ്യക്തിത്വ സവിശേഷതയാണ്? കൃത്യമായിട്ട് എന്താണ് കൊടുത്തിട്ടുള്ളത്? ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിട്ടുള്ളത്. സുരേഷ് എന്ന് പറയുന്ന ഒരു കുട്ടീനെ കുറിച്ച് എല്ലാവർക്കും എന്തു മാത്രമേ പറയാനുള്ളൂ? നല്ല മിടുക്കൻ കൊച്ച്, സത്യസന്ധനായ കുട്ടി. ഇനി നമുക്കുള്ള ചോദ്യം എന്താണ്? ആൽപോർട്ടിന്റെ തിയറി അനുസരിച്ച് സുരേഷിലുള്ള വ്യക്തിത്വ സവിശേഷത ഏതാണ്? പ്രഭവ സവിശേഷതകൾ, രണ്ടാം നിര സവിശേഷതകൾ, കേന്ദ്രീയ സവിശേഷതകൾ, പ്രമുഖ സവിശേഷതകൾ. എന്താണ് സുരേഷിന്റെ പ്രത്യേകത? ഏത് സവിശേഷതയാണ് അവിടെ പറയുന്നത്? പ്രമുഖ സവിശേഷതയാണ് അല്ലെ, കാർഡിനൽ ട്രേറ്റ് ആണ്. കാരണം സുരേഷ് എന്ന് പറയുന്ന കുട്ടി ചെയ്യുന്ന എല്ലാ പ്രവർത്തനത്തിലും എന്ത് കാണാൻ പറ്റുന്നുണ്ട്? നമുക്ക് സത്യസന്ധത കാണാനായിട്ട് പറ്റുന്നുണ്ട്. അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ എല്ലാ ബിഹേവിയറിലും കാണാൻ പറ്റുന്ന സവിശേഷതയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അവന്റെ പ്രമുഖ സവിശേഷത എന്ന് പറയുന്നത്. ഇനി അടുത്താണ് കേന്ദ്രീയ സവിശേഷത എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അതായത് ഒരു വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ ചില സവിശേഷതകൾ നമ്മൾ പറയാറുണ്ട്. ആൾ അടിപൊളിയാണ്, എന്നിരുന്നാലും ചില പ്രത്യേകതകൾ അവനുണ്ട് എന്ന രീതിയിൽ നമ്മൾ സംസാരിക്കാറുണ്ട്. അത്തരത്തിൽ ഒരു വ്യക്തിയെ വിശദീകരിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സവിശേഷതകളാണ് കേന്ദ്രീയ സവിശേഷതകൾ എന്ന് പറയുന്നത്, സെൻട്രൽ ട്രേറ്റ്സ്. ഇനി മൂന്നാമതായിട്ട് ആൽപോർട്ട് പറയുന്ന ഒരു കാര്യമാണ് രണ്ടാം നിര സവിശേഷതകൾ, സെക്കൻഡറി ട്രേറ്റ്സ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് എന്താണ്? ഒരു വ്യക്തിയിൽ വളരെ കുറഞ്ഞ സമയത്തിൽ അല്ലെങ്കിൽ കുറഞ്ഞ സാഹചര്യങ്ങളിൽ മാത്രം കാണുന്ന ചില സവിശേഷതകളാണ് രണ്ടാം നിര സവിശേഷത എന്ന് പറയുന്നത്. ഇനി ഇതിൽ നമ്മൾ നോക്കാതെ പോയിട്ടുള്ളത് പ്രഭവ സവിശേഷതയാണ്. പ്രഭവ സവിശേഷത എന്ന് പറയുന്നത് ആൽപോർട്ടിന്റെ കോൺസെപ്റ്റിൽ വരുന്നതല്ല, അത് വരുന്നത് കാറ്റിലിൻ്റെ കോൺസെപ്റ്റിലാണ്. കാറ്റിലിൻ്റെ പ്രതല പ്രഭവ സവിശേഷത സിദ്ധാന്തം നമുക്ക് പഠിക്കാനുണ്ട്. ആ സിദ്ധാന്തത്തിൽ കാറ്റിൽ ഇത്രേ പറയുന്നുള്ളൂ, ഒരു വ്യക്തിയിലെ 4 സവിശേഷതകൾ ഉണ്ടായിരിക്കും. പ്രതല സവിശേഷതകളുണ്ട്, പ്രഭവ സവിശേഷതകളുണ്ട്, തനിമ സവിശേഷതകളുണ്ട്, സാമാന്യ സവിശേഷതകളുണ്ട്. ഇങ്ങനെ 4 സവിശേഷതകളെ പറ്റി ആര് പറഞ്ഞിട്ടുണ്ട്? കാറ്റിൽ പറഞ്ഞിട്ടുണ്ട്. 3 സവിശേഷതകളെ പറ്റിയാണ് ആൽപോർട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഒരു സിറ്റുവേഷൻ ആണ് തന്നിട്ടുള്ളത്. ഇന്നത്തെ കാലത്ത് കേവലം +2 പാസ്സായതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. +2 പരീക്ഷയിൽ പരാജിതയായ രേവതി വീട്ടുകാരോട് ഇങ്ങനെ പറഞ്ഞു. ഇവിടെ രേവതി സ്വീകരിച്ച പ്രതിരോധ തന്ത്രം ഏതാണ്? രേവതിയുടെ കൂടെ എക്സാം എഴുതിയ എല്ലാവരും പാസ്സായി, എന്ത് ചെയ്തു? രേവതി മാത്രം തോറ്റുപോയി. അപ്പോൾ രേവതി എന്താ പറയുന്നത് കൂട്ടുകാരോട്? ഇതൊന്നും അത്ര വലിയ കാര്യമൊന്നുമല്ല, +2 ജയിച്ചെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ജോലി ഒന്നും കിട്ടാൻ പോണില്ലല്ലോ എന്ന രീതിയിൽ രേവതി എന്ത് ചെയ്തു? ആ കാര്യത്തെ ന്യായീകരിച്ചു അല്ലേ? അപ്പോൾ ഇവിടെ ഏത് പ്രതിരോധ തന്ത്രമാണ് രേവതി സ്വീകരിച്ചിട്ടുള്ളത്? താദാത്മീകരണം, പ്രക്ഷേപണം, യുക്തീകരണം, ദമനം. രേവതി എന്ത് ചെയ്തില്ല? ഞാൻ തോറ്റുപോയി, ഞാൻ പഠിക്കാത്തത് കൊണ്ടാണ് ഞാൻ തോറ്റുപോയതെന്ന രീതിയിൽ സമ്മതിക്കല്ല ചെയ്തത്. മറിച്ച് എന്താണ്? ഇതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന രീതിയിൽ ഉണ്ടായ സംഭവത്തെ ന്യായീകരിക്കുക, അതാണ് രേവതി ചെയ്തിട്ടുള്ളത്. ഇനി ഈ യുക്തീകരണം തന്നെയാണ് ന്യായീകരണം എന്ന് പറയുന്നത്. എന്താണ്? തെറ്റായ ചില കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തൻ്റെ കുറവിനെ എന്ത് ചെയ്യുന്നു? അങ്ങോട്ട് മറച്ചു വെക്കാനാണ് ഇവിടെ നോക്കുന്നത്. ഇനി യുക്തീകരണം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? 2 രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഏതൊക്കെയാണ്? പുളിക്കുന്ന മുന്തിരിങ്ങ ശൈലി, പുളിക്കുന്ന മുന്തിരിങ്ങ ശൈലി. അടുത്തത് മധുരിക്കുന്ന നാരങ്ങ ശൈലി. 2 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? യുക്തീകരണം നടത്താനായിട്ട് പറ്റുന്നുണ്ട്. ഇനി എന്താണ് ഈ പുളിക്കുന്ന മുന്തിരിങ്ങ ശൈലി എന്ന് പറയുന്നത്? നമ്മൾ പണ്ട് കുറുക്കൻ മുന്തിരി പൊട്ടിക്കാൻ പോയിട്ടുള്ള ഒരു കഥ കേട്ടിട്ടുണ്ട്. എത്ര ചാടിയിട്ടും എന്ത് ചെയ്തില്ല? കുറുക്കന് മുന്തിരി കിട്ടിയില്ല. ഒടുവിൽ കുറുക്കൻ എന്ത് ചെയ്യാണ്? എനിക്ക് ഈ മുന്തിരി ഒന്നും വേണ്ട, ഈ മുന്തിരി എന്താണ്? നല്ല പുളിയാണ്. അപ്പം എന്ത് ചെയ്തു? ചെറിയൊരു ആശ്വാസം കുറുക്കന് കിട്ടി. ഇതേ ഒരു കാര്യം തന്നെയല്ലേ രേവതി ഇവിടെ ചെയ്തത്?
പരീക്ഷയിൽ തോറ്റു എന്നുള്ളത് സത്യമാണ്. പക്ഷേ എന്ത് ചെയ്തു? കിട്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്ന രീതിയിൽ സംസാരിക്കുകയാണ് രേവതി ചെയ്തത്. പുളിക്കുന്ന മുന്തിരിങ്ങാ ശൈലിയാണ് രേവതി സ്വീകരിച്ചിട്ടുള്ളത്. ഇനി മധുരിക്കുന്ന നാരങ്ങാ ശൈലിയാണെങ്കിലോ അപ്പം എങ്ങനെയായിരിക്കും രേവതി മറുപടി പറയാ? +2 ജയിക്കാഞ്ഞത് നന്നായി, എന്തും കൂടെ ചെയ്യായിരുന്നു, അടുത്ത വർഷം നന്നായി എന്ന് പഠിച്ച് ഫസ്റ്റ് റാങ്ക് മേടിക്കാലോ. കിട്ടിയ കാര്യത്തെ എന്ത് ചെയ്യാണ്? വളരെ സന്തോഷപൂർവ്വം രേവതി ഏറ്റെടുക്കുകയാണ്. മധുരിക്കുന്ന നാരങ്ങാ ശൈലിയിൽ ചെയ്യാം. ഇനി ബാക്കിയുള്ള ഓപ്ഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. താദാത്മീകരണം, ഐഡന്റിഫിക്കേഷൻ എന്താണ്? മനുഷ്യന് പൊതുവായിട്ടൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഞാൻ എന്ന് പറയുന്ന വ്യക്തി പൂർണ്ണനാണ് എന്ന് കാണാനാണ് മനുഷ്യൻ്റെ മനസ്സ് എപ്പോഴും ഇങ്ങനെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു പരാജയം വരുമ്പോൾ ഞാൻ ആ പരാജയം സമ്മതിക്കാൻ റെഡിയല്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ്? എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരും എന്നുള്ള രീതിയിലാണ് നമ്മുടെ മനുഷ്യൻ്റെ മനസ്സ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യും? ഇത് നീ കാരണമല്ലടാ, ഇത് വേറെ കാരണം കൊണ്ടുണ്ടായത്, നീ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സ് നമ്മളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ചില പ്രതിരോധ തന്ത്രങ്ങൾ സ്വീകരിക്കുന്നത്. അപ്പോൾ താദാത്മീകരണം എന്ന് പറയുന്നത് ഒരു പ്രതിരോധ തന്ത്രമാണ്. മറ്റുള്ള വ്യക്തികളുടെ വിജയം, അവരുടെ സന്തോഷം, അവരുടെ നേട്ടങ്ങൾ ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ വിജയമായി കണ്ട് ഞാൻ സന്തോഷിക്കുന്നു. ദിലീപിൻ്റെ ഒരു സിനിമ ജയിക്കുമ്പോൾ എനിക്കെന്താണ്? ഭയങ്കര സന്തോഷമാണ്. ഇനി അതല്ലെങ്കിൽ പൃഥ്വിരാജ് നല്ല രീതിയിൽ അഭിനയിക്കുമ്പോൾ എനിക്കൊരു ആത്മസംതൃപ്തി, ഒരു സാറ്റിസ്ഫാക്ഷനാണ് എനിക്ക് കിട്ടുന്നത്. അതെന്താണ്? ഞാനും അവരോടൊപ്പം നിന്ന് അവരുടെ വിജയത്തിൽ, അവരുടെ സന്തോഷത്തിൽ പങ്കാളികളാകുന്നുണ്ട്. ഇത് താദാത്മീകരണമാണ്. ഓക്കെ, ഇനി പ്രക്ഷേപണം എന്താണ്? പ്രൊജക്ഷൻ. ഞാൻ തോൽക്കാനായിട്ടുള്ള കാരണം നീയല്ലേ. കരണ്ട് പോയത് കൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റിയില്ല, അപ്പം നിന്റെ തോൽവിയുടെ കാരണക്കാരാരാ? കരണ്ടാണ്, ഞാനല്ല. ഈ രീതിയിൽ നമ്മുടെ പരാജയങ്ങൾക്കുള്ള കാരണം ഏതെങ്കിലും ഒരു വസ്തുവിനോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്കോ നമ്മൾ കൊടുക്കുന്നതിനെയാണ് പ്രക്ഷേപണം എന്ന് പറയുന്നത്. ഇനി ദമനം എന്ന് പറയുമ്പോൾ അവിടെ എന്താ നടക്കുന്നത്? നമുക്ക് ലൈഫിൽ എന്താണ്? സന്തോഷം ഉണ്ടാകുന്നുണ്ട്, സങ്കടം ഉണ്ടാകുന്നുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ വേദന ഉണ്ടാക്കുന്ന ചില ഓർമ്മകൾ നമ്മൾ എന്ത് ചെയ്യില്ല? വീണ്ടും ഓർത്തെടുക്കാൻ നമ്മൾ ആഗ്രഹിക്കില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള നമുക്ക് വേദന നൽകുന്ന അനുഭവങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് നേടിയെടുക്കാൻ പറ്റാതെ പോയിട്ടുള്ള നമ്മുടെ സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ അബോധ മനസ്സിലേക്ക് ഇങ്ങനെ നമ്മൾ തള്ളിവിടുകയാണ്. നമുക്ക് വീണ്ടും ഓർത്തു കഴിഞ്ഞാൽ സങ്കടം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? അങ്ങനെ സങ്കടപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യുന്നു? മനഃപൂർവ്വം ഞാൻ അതിനെ അബോധ മനസ്സിലേക്ക് തള്ളിയിടുന്നു. ഇതിനെയാണ് ദമനം എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇതുകൂടാതെ നമുക്ക് വേറെയും കുറേയധികം പ്രതിരോധ തന്ത്രങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ കേട്ടറ്റ് എക്സാം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ക്വാളിഫയിങ് എക്സാം ആണ്. കൃത്യമായ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? വളരെ എളുപ്പത്തിൽ ഈ എക്സാം ക്വാളിഫൈ ചെയ്യാം. പക്ഷെ എന്ത് വേണം? നമ്മുടെ പഠനം കൃത്യമായ രീതിയിൽ, കൃത്യമായ സമയത്ത്, കൃത്യമായ മാർഗത്തിലൂടെ ആയിരിക്കണം. അപ്പോൾ ഈ വരുന്ന കേട്ടറ്റ് എക്സാം എന്ത് ചെയ്യുക? നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പറേഷൻസും കാര്യങ്ങളും നടത്തുക. ഒരു സ്മാർട്ട് ലേണിംഗ് രീതി നിങ്ങൾ കൊണ്ടുവരിക. അതാണ് നമുക്ക് എപ്പോഴും ആവശ്യമായിട്ട് വരുന്നത്. ഒരു സിലബസ് ഫുള്ള് കവർ ചെയ്യാൻ നമുക്ക് കുറേ സമയം വേണം. പക്ഷേ നമുക്ക് ചില സ്മാർട്ടായിട്ടുള്ള ചില ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം ഏതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ ആ ഭാഗങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ വരുന്ന കേട്ടറ്റ് എക്സാം എല്ലാവരും നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക. സൈക്കോളജിയിൽ പ്രത്യേകിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് പെഡഗോജി ക്വസ്റ്റ്യൻസും. നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ 2-3 തവണ നിങ്ങൾ വായിക്കുക, ഓപ്ഷൻസ് നോക്കുക, അതിനുശേഷം മാത്രം ഉത്തരത്തിലേക്ക് എത്തുക. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായി ഇനിയും കാണാം. താങ്ക് യു.